നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചോദിക്കാതെ ചോദിച്ചു. ഞാൻ റെഡിയായിരിക്കുക. പട്ടിണി ചോറ് ഒന്നും ഉണ്ടാകിരിക്കുക. ഞാൻ ആരോട് സംസാരിച്ചിട്ടില്ല. ഒരു മനുഷ്യരോട് സംസാരിച്ചിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടിട്ടുള്ള അല്ലാതെ വേറൊന്നുമില്ല. ഇതിപ്പോ ഈ ചർച്ച വരാനുണ്ടായ സാഹചര്യം ഹിന്ദു ഐക്യവേദി പ്രതിനിധികൾ പ്രത്യേകിച്ച് ശശികല അടക്കമുള്ള ആളുകൾ അതായത് ക്യാമ്പിൽ ചെന്ന് കാണുന്നു, സന്ദർശിക്കുന്നു. ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമാണ്. ഞങ്ങൾക്ക് എല്ലാം ഒരുപോലെ ഉള്ളൂ. ഹിന്ദു ഐക്യവേദിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് പ്രസ്ഥാനത്തിനുണ്ട്. അതോടെങ്കിൽ ഞങ്ങൾ നിന്നോളാം. എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാ സമുദായങ്ങളെയും എല്ലാ മതവിഭാഗങ്ങളെയും ഒരു സൗഹാർദ്ദപരമായിട്ട് പ്രവർത്തിച്ചു പോകാൻ ഒരു രാഷ്ട്രീയത്തിലും ഞങ്ങൾ പങ്കെടുത്തില്ല. അയ്യപ്പ സംഘം ഇനി നടത്തില്ല. ഇപ്പം കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടത്തിയതാണ്. അതിനെക്കുറിച്ച് സർക്കാർ പറയുന്നത് അങ്ങനത്തെ ഒരു പരിപാടി ഇനി നടത്തില്ല എന്നൊരു നിലപാട് ചെയ്തിട്ടുണ്ട്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ NSSന്റെ ഒരു നിലപാട് അല്ല, ഇടതുപക്ഷം നാളെ എന്താ ചെയ്ത് അതുപോലല്ലേ ഇപ്പം നിൽക്കുന്നത്. അനങ്ങുന്നുണ്ടോ? ഇത്ര ഞങ്ങളിപ്പം മൂക്കിലിട്ട് കളയെന്നൊക്കെ പറഞ്ഞ് ഇത് ബഹളം ഉണ്ടാക്കിയതല്ലേ ഇവിടെ. എന്താ ഇത്? അതിപ്പോഴും കോടതിയിലും പോലീസിൻ്റെ കയ്യിലുമായിട്ട് നിൽക്കുക. പുതിയ ഭരണം വന്നിട്ട് അനങ്ങിയോ? ചോറ് കൊണ്ടാടും. ചോറവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഒരു ഭാഗത്ത് ഉപരാഷ്ട്രപതിയാണ്, ഒരു ഭാഗത്ത് കേന്ദ്ര സഹമന്ത്രിയാണ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുണ്ട്. ജി സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം നേരത്തെ പറഞ്ഞ മറുപടി. പിന്നെ എനിക്ക് വയസ്സ് 86. ഞാൻ ഇവരൊക്കെ കണ്ടതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയം കണ്ടയാളാണ്. NSSന്റെ പ്രവർത്തകനാണ്. എനിക്കതിൻ്റെ ഒന്നും യാതൊരു ഇത് എനിക്കില്ല. അങ്ങനെ ഒരു ഭയമോ അല്ലെങ്കിൽ അങ്ങനെ വേട്ടയാടുന്നു. എന്നെ ഒന്നും വേട്ടയാടാൻ ഒക്കത്തില്ല അവർക്ക്. അതാ അതിനകത്തെ കാര്യം. ഇവരെല്ലാം ആര് വിചാരിച്ചാലും എന്നുവെച്ചാൽ നമ്മൾ അത്ര ക്രിസ്റ്റൽ ക്ലിയറാണ്. നമ്മുടെ ജീവിതം തന്നെ അത്രയും ക്രിസ്റ്റൽ ക്ലിയറാണ്. നിങ്ങളൊക്കെ എന്നെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ ഒരു അഴിമതി ആരോപണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കള്ളു കുടിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തുവാ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എന്നെ അഹങ്കാരിയാണത്. അഹങ്കാരം ഞാൻ എടുക്കേണ്ടടുത്ത് എടുക്കും. ഒരു സംശയമില്ല അതിനകത്ത്. അത് ഭീരുക്കളുടെ ലക്ഷണമല്ല, ധീരതയുള്ളവരുടെ ലക്ഷണം. ചോറുണ്ടോ? ഞാൻ ഏർപ്പാട് ചെയ്തു. എനിക്ക് അതിനകത്തൊന്നും മറുപടി പറയാനില്ല. ഈ സുരേഷ് ഗോപി ആരാ സാറ്? തൃശ്ശൂർ ചെന്ന് ഇപ്പം അന്വേഷിച്ചാൽ അറിയാം. അവിടെ പോയി ആദ്യം ഒന്ന് പിന്നെ ശുദ്ധീകരിക്കട്ടെ. ഒന്നും ചെയ്യാനില്ല. ഇവരാരും ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. അതൊന്നും അല്ല. അത് ഇവര് വാസ്തവത്തിൽ ഇങ്ങനെ അതിനകത്ത് ഈ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ ഇതിനകത്തൊരു കരുവാക്കിയത്. അതിന് പ്രധാന കാരണക്കാരൻ ഈ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ ലക്ഷ്യം രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. അതാണ് അതിനകത്തെ കാര്യം. ഇവിടെ ആ പണിയൊന്നും നടക്കിയാലേ ഉള്ളൂ. BJP അല്ല. ഞങ്ങൾക്ക് എന്നാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുമിച്ച് നിൽക്കണം, പോകണമെന്നുള്ള ആഗ്രഹക്കാരാണ്. അതിന് ഞങ്ങൾ യാതൊരു
വെള്ളം ചേർക്കല് അതിനകത്ത്. ഡൽഹിയിലെ NSSന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നൊക്കെയാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്തോ ഡൽഹിയിലെ NSSന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. ശരിയായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല, ഞാനവിടെയും പോയിട്ടില്ല. ഡൽഹിയിലെ NSSന്റെ പ്രവർത്തനം സാറേ, ഒരു കരയോഗം അവിടുത്തെ ആ സ്റ്റേറ്റിലെ നിയമം അനുസരിച്ച് ഒരു കരയോഗം, ഒരു സൊസൈറ്റി രൂപീകരിച്ചത് ആ കരയോഗം. NSSുമായി യാതൊരു ബന്ധവുമില്ല. അതെ, ചില്ലറ ആളുകളുമായിട്ടാണോ ഞാൻ ഏറ്റുമുട്ടുന്നത്? അല്ല, അതല്ല, കോൺഗ്രസിന്റെ നരസിംഹറാവുമായിട്ടല്ലേ ഏറ്റുമുട്ടിയത്? അന്ന് വോട്ടിട്ടുണ്ട് ഇതിനകത്ത് പട്ടിയും കൊണ്ട് കയറാൻ വന്നപ്പോൾ. ഇടതുപക്ഷത്തിന്റെ പിണറായി വിജയനോടല്ലേ ഞാൻ നേരിട്ടത്? BJPയുടെ എല്ലാം നമ്മൾ ശരിയായ മനസ്സിന് ഉറപ്പുണ്ടോ ഇതെല്ലാം പറ്റും. നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നൊരു ആത്മധൈര്യം നമുക്കുണ്ടെങ്കിൽ അതിനകത്ത് കലർപ്പുണ്ടാകാതിരുന്ന എനിക്കൊരു ലക്ഷ്യമുണ്ട്. അത് ശ്രീ മന്ത്രിനാഥൻ്റെ ലക്ഷ്യമാണ്. അത് ഞാൻ അക്ഷരം പ്രതിപാദിച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് ആരും എന്നെ പേടിപ്പിക്കാനൊന്നുമില്ല, ഒന്നും ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല. ആരല്ല എതിർത്താലും. മുൻപിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഇതിലും ഭേദമായിരുന്നു. ഉമ്മൻചാണ്ടി ഭേദമായിരുന്നു. ഉമ്മൻചാണ്ടി KM മാണിയൊക്കെ ഭേദമായിരുന്നു. അവർക്കൊരു വീക്ഷണം ഉണ്ടായിരുന്നു. BJPയിലെ മറ്റാളുകൾ ഇങ്ങനെ പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് ഉണ്ടാകുന്നത്? NSSനെ ആക്രമിക്കുന്നതോടെ, NSSനെ ഇങ്ങനെ കടന്നാക്രമിക്കുന്നതോടെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ഞാനത് പറയണം. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം എന്ന് അവർക്ക് തന്നെ തോന്നി കാണിച്ചത് വൃത്തികേടാണെന്ന്. അതുകൊണ്ട് അവർ തിരുത്തി പറഞ്ഞു. അല്ലെ നിക്കക്കള്ളിയില്ല ഇവിടെ, അതതിനകത്തൊരു കാര്യം. ഈ സമുദായം എന്ന് പറയുന്നത് ഒരു ബലമില്ലാത്ത സാധനമൊന്നുമല്ല. പറഞ്ഞതില്ല, അതങ്ങ് കത്തിക്കാളും. അതുകൊണ്ട് അവർ ബുദ്ധിമാന്മാരായ അവർ നല്ല രീതിയിൽ തിരിച്ചടിച്ചു. ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം ഒരു ഉപരാഷ്ട്രപതിയും പറഞ്ഞത് ശരിയല്ല എന്നുള്ള രീതിയിലായിരുന്നു. അതെ, അങ്ങനെ പറഞ്ഞു. അല്ല, അത് പറഞ്ഞല്ലോ ഉപരാഷ്ട്രപതി പറഞ്ഞത്. അത് കാരണം എന്താണെന്നറിയാമോ? ജി സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് മറുപടി, സുരേഷ് ഗോപിക്ക് മറുപടി. രൂക്ഷമായ ഭാഷയിൽ സുരേഷ് ഗോപി അടക്കം വിമർശിക്കുകയാണ് ജി സുകുമാരൻ നായർ. Big TV, without fear or favor.